ഹായ്, ഇതാണ് ടൊമാറ്റോ ധീര എന്ന സാധനം. ഇത് നമ്മൾ സാധാരണ തക്കാളി തന്നെയാണ്, പക്ഷേ ഇത് കൃഷി ചെയ്തുണ്ടാക്കണമെന്നല്ല. ഇത് നോർമലായിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ മസറൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ഈ കിളികളൊക്കെ കാഷ്ടത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ട സാധാരണ ഉണ്ടാവില്ല, പൊടി മുളക്കാറും ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന തക്കാളിയാണിത്. ഇതിന് ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്. കാരണം ഇവിടെ കിളവികൾ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ നല്ല കഴിക്കും. ഇതിന് പ്രത്യേകിച്ചാൽ നല്ല പുളി കൂടുതൽ, കാരണം മറ്റേ സാധാരണ തക്കാളിയുടെ കൂടുതൽ പുളിയും ഇതൊക്കെ കൂടുതലുള്ളതാണ് ഈ ടൊമാറ്റോ ധീര എന്ന സാധനം. ഇതിനിവിടെ കുറേ ഫാൻസുകാരുണ്ട്, ഇതായിട്ട് ചോദിച്ചു വരും കുറേ ആൾക്കാരൊക്കെ. അതുകൊണ്ട് നമുക്കിവിടെ കൊടുന്നതിൽ ഏതെങ്കിലും മസറയുള്ള ബംഗാളികളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഇതിന് കൊടുത്തുതരും. ഓർക്കും ലാഭമാണ്, നമുക്കും ലാഭമാണ് അന്ന് കൊടുത്തത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ കേടിടും. ഒറ്റ ദിവസം 2 ദിവസം ഇരിക്കുള്ളൂ. ഇപ്പം നമ്മളെ മറ്റേ സാധാരണ തക്കാളിയല്ലോ ഇതിൻ്റെ സൈസ് ഉണ്ടാവില്ല. ഇത് ഇപ്പം ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഈ തക്കാളി ഇരിക്കും. പ്രത്യേകിച്ച് മഹമി പറഞ്ഞാൽ നമ്മളെ ഈ ഗ്രീൻ ഹൗസിലൊക്കെ ഉണ്ടാക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ഇതൊരു 4-5 ദിവസമൊക്കെ നിന്നാലും വലിയ പ്രശ്നം വരില്ല. പക്ഷെ ആ നേരത്ത് ഈ തക്കാളി ഉണ്ടല്ലോ പെട്ടെന്ന് കേടിടും. അപ്പം ഇതാണ് ടൊമാറ്റോ ധീര. നമ്മൾ പറയുകയാണെങ്കിൽ പൊടിമുളച്ച കാട്ടു തക്കാളി എന്നൊക്കെ പറയാം മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ശരി.